ഞാൻ പറയുകയാണെങ്കിൽ ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി മമ്മൂക്കയെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. മമ്മൂക്ക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PR വർക്ക് ടീമിനെ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമാ സെലക്ഷൻസാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും. പിന്നെ അതുപോലെ തന്നെ മേക്ക് ഓവറുകൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു പൊതു സ്ഥലത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും സംസാരിക്കേണ്ട രീതികൾ. അതായത് ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലമാണല്ലോ, അത് നോക്കി സംസാരിക്കുക. അതുപോലെ തന്നെ പുരോഗമനവാദികൾ ഒരുപാടുണ്ട്, അവരുടെ ശ്രദ്ധ ആകർഷിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം വരുന്നു, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പലതും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PR വർക്ക് ടീമുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ മാറ്റിയെടുക്കുന്നുണ്ട്. മേക്ക് ഓവറിൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സംസാര രീതിയുടെ കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു സിനിമയുടെ പോസ്റ്റർ വന്നു, ആ പോസ്റ്ററിൽ വരെ പുരോഗമനവാദികളെ പിടിച്ചു കുലുക്കാൻ തക്ക രീതിയിലുള്ള ഒരു സംഭവം അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ പോസ്റ്റർ ആദ്യം കാണിക്കാം. നിങ്ങൾ ഈ പോസ്റ്റർ ശ്രദ്ധിച്ചോ? കളങ്കാവൽ. അത് മമ്മൂക്കയുടെ ലുക്ക് നല്ല പൊളിയാണ്. അത് അല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. 73 വയസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. മേക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും മേളിൽ കണ്ടിട്ടുണ്ടോ മമ്മൂട്ടി കമ്പനി പ്രസൻസ്? അതിൻ്റെ തൊട്ട് താഴെ വിനായകൻ മമ്മൂട്ടി. വിനായകൻ്റെ പേര് ഫസ്റ്റിലേ കൊടുത്തിരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മമ്മൂട്ടിയുടെ പേര് ഫസ്റ്റിലേ കൊടുത്തു കഴിഞ്ഞാൽ ഇതാരെങ്കിലും ശ്രദ്ധിക്കുമായിരുന്നോ? ഇനി ആളുകൾ ശ്രദ്ധിക്കാൻ കിടക്കുന്നുള്ളൂ. അപ്പം പറയും മമ്മൂട്ടിയുടെ വിനയമാണ്, അതാണ് ഇതാണെന്നൊക്കെ ആൾക്കാർ പറയും. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ആ PR ടീമിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് കാണാനുണ്ട്. ഈ വിനായകനെ ഫസ്റ്റിലെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വരാൻ പോകുന്ന ചർച്ചകൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ PR വർക്കിന് നല്ല കൃത്യമായിട്ട് അറിയാം. ഇതാ പറഞ്ഞത്, ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടത്, ഒരു പോസ്റ്റർ ഡിസൈനിങ് പോലും നോക്കിയേ, ഇതൊക്കെയാണ് മോനെ വർക്ക്. അതുപോലെ തന്നെ മേക്ക് ഓവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് താടി, മുടി, മീശ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇവർ ഇപ്പം പൊതുവെ ശ്രദ്ധിക്കാറ്. അല്ലാതെ അഭിനയവും കാര്യങ്ങളൊന്നും ആരും അങ്ങനെ പൊതുവെ ശ്രദ്ധിക്കാറില്ല. ഞാൻ 1-2 സിനിമയുടെ റിവ്യൂ പോലും ഇട്ടിട്ടുണ്ട്. ഓവർ ആക്ടിങ് പോലും കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത കാലഘട്ടമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മോഹൻലാലിനെ സംബന്ധിച്ച് പണ്ടത്തെ കാലഘട്ടത്തിൽ, മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിലും മമ്മൂക്കയെ സംബന്ധിച്ചാണെങ്കിലും പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം അത് ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് പുറകോട്ടല്ല. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ തന്നെയാണെങ്കിൽ നമ്മുടെ ദേവാസുരം, നമ്മുടെ ഈ അഖിൽമാരാർ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ, അത് കടമെടുക്കുക. ദേവാസുരമല്ലോ, കിരീടം, സ്ഫടികം, അതുപോലെ തന്നെ നരസിംഹം. ഈ സിനിമയിലെല്ലാം ഒരേപോലത്തെ കഥകളല്ലേ. അതായത് അച്ഛൻ്റെ കൂടുതലായിട്ടുള്ള ഈ പ്രഷർ കാരണം ഒരു താന്തോന്നിയായിപ്പോയ മകൻ, ഈ മൂന്നിനകത്തും ഒരേ ക്യാരക്ടർ. പക്ഷേ ഇതിനകത്ത് മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് പ്രത്യേകിച്ച് മുടിയോ താടിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് മീശ പിരിക്കുന്നു. പക്ഷേ ഈ അഭിനയം 3 ക്യാരക്ടറുകളും 3 രീതിയിലാണ്. സ്ഫടികത്തിനകത്തെ മകനല്ല നരസിംഹത്തിനകത്തെ മകനല്ല കിരീടത്തിനകത്തെ. എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും എക്സ്ട്രാ ഇട്ടിട്ടുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും ശ്രദ്ധിക്കാനില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഓവറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുടി നീട്ടി വളർത്തിയ ഒരു ക്യാരക്ടർ ചെയ്തു, താടിയും വെച്ചിട്ടുണ്ട്. നാളെ അടുത്ത ക്യാരക്ടർ വരുമ്പോഴത്തേക്കും താടി എടുക്കുന്നു, മുടി അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ അടുത്ത ക്യാരക്ടർ വരുമ്പോഴത്തേക്കും മുടി കളയുന്നു, മുട്ടയടിക്കുന്നു. പിന്നെ വരുന്നത് മീശയില്ല, താടിയില്ല, വേറൊരു വെറൈറ്റി. അങ്ങനെ പെട്ടെന്ന് നമ്മൾ കാഴ്ചയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ആളുകൾ ഇപ്പം പൊതുവെ ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള രീതിയിലോട്ട് ലാലേട്ടൻ മാറണം. അല്ലാതെ കണ്ട് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, പുരോഗമനവാദികളെ സൂചിപ്പിക്കണം, അങ്ങനെയുള്ള ക്യാരക്ടറുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ചെയ്യാനുള്ളത് അവരവരുടെ ശൈലിയിൽ അവരവർ നല്ല നല്ല ക്യാരക്ടറെല്ലാം ചെയ്ത് തീർന്നു. ലാലേട്ടനെ സംബന്ധിച്ച് കുറച്ച് കൂടുതലും കൂടെ ചെയ്തെന്ന് വേണം പറയാം. മമ്മൂക്കായ്ക്ക് വഴങ്ങാത്ത കുറേ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാനപ്രസ്ഥം പോലെയോ അല്ല ഡാൻസറായിട്ടോ പാട്ടുകാരനായിട്ടോ ഒക്കെ അദ്ദേഹം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിൽ മമ്മൂക്കയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുരാണ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ചേരുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജൊക്കെയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനൊരു പോസിറ്റീവ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചും യുവാക്കളെ കയ്യിലെടുക്കാനായിട്ട് മമ്മൂക്കായനെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മമ്മൂക്കായനെയോ അല്ല മമ്മൂക്കയുടെ PR ടീമിനെ കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം
എന്നാ പറയുന്നത്, ഈ പഴയ കാലഘട്ടത്തിലെ പോലെ അത്ര അഭിനയ മുഹൂർത്തങ്ങളുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പം പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നാടോടുമ്പോൾ നടുവേ ഓടുക, ദൃശ്യത്തിൽ പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നോക്കുക. ഈ പോസ്റ്ററിനകത്ത് പറഞ്ഞ പോലുള്ള വിനായകനൊക്കെ ഫസ്റ്റിൽ എഴുതിയിട്ടില്ലേ, അതൊക്കെ ഒരു എന്നാ പറയുക, അതൊക്കെ ഒരു ബിസിനസ് തന്ത്രമാണ്. പിന്നെ മേക്ക് ഓവറിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുക. ഈ പൊതുവേദികളിൽ വരുമ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പുരോഗമനവാദികളെ കയ്യിലെടുത്തക്ക രീതിയിലുള്ള പ്രകാശനം ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നിൽക്കുക. അല്ലാതെ ചുമ്മാ ലാലേട്ടൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതായത് ഇപ്പോഴത്തെ പിള്ളേരെ സൂചിപ്പിക്കണമെങ്കിൽ മതി. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ഒന്നും തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അത്രേ ഉള്ളൂ.